വെൽക്കം ഹോട്ടൽ ഹിൽവ്യൂ കാക്കനാട്. ഞാൻ ഹിൽവ്യൂ ഹോട്ടലിലെ എക്സിക്യൂട്ടീവ് ഷെഫ് ഉണ്ണികൃഷ്ണൻ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന രണ്ട് വെൽക്കം ഡ്രിങ്കാണ് ഇന്ന്. അതിലൊന്ന് മെലൺ ക്രഷ് എന്നാണ് പറയുന്നത്. മെലൺ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, വാട്ടർ മെലൺ. അത് മെലൺ ക്രഷ് ഒരു വെൽക്കം ഡ്രിങ്ക്. നമ്മളെല്ലാവരും വീട്ടിലൊക്കെ ഇപ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ സിന്തറ്റിക്കാണ് എല്ലാവരും ഉപയോഗിക്കണം. റെഡിമെയ്ഡ് കമ്പനികൾ ഉണ്ടാക്കി വെച്ചിരിക്കണം. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞങ്ങളുടെ ഹോട്ടലിൽ ഞങ്ങളിങ്ങനെയാണ് ആരും ഗസ്റ്റൊക്കെ വരുമ്പോൾ വെൽക്കം ഡ്രിങ്ക് കൊടുക്കുന്നത് ഇതേ രീതിയിലാണ്. അത് ഒരു മെലൺ ക്രഷാണ് ഒന്ന് ഞാൻ അവതരിപ്പിക്കുന്നത്. രണ്ടാമത് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പച്ചമാങ്ങ വെച്ചാൽ റോ മാംഗോ പഞ്ച് എന്നാണ് ഞാൻ അതിന് പേരിട്ടിരിക്കുന്നത്. അതൊരു വെൽക്കം ഡ്രിങ്ക്. അപ്പോൾ നല്ല സ്വീറ്റായിരിക്കും രണ്ടും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മെലൺ എടുത്തിട്ട് ഒരു പീസ് ആദ്യം കട്ട് ചെയ്ത് തന്നെ എടുക്കണം. അതിൽ നമ്മൾ നല്ല സീഡ്സ് ഇല്ലാത്ത വശം നോക്കിയിട്ട് നമുക്ക് കോസ്റ്റും കൂടെ നോക്കണം. ഇത് നമ്മൾ വീട്ടിൽ വെറുതെ വേസ്റ്റായി കളയാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ വളരെ സ്ലൈസ് ചെയ്ത് സീഡ്സ് ഒന്നും ഇല്ലാത്തത് കുറച്ചെടുക്കും. ഇങ്ങനെ ആദ്യം ഫൈൻ ചോപ്പ് ചെയ്യും. ഇങ്ങനെ അത് ആ സീഡ്സ് ഇല്ലാത്ത മാത്രം ഇങ്ങോട്ട് മാറ്റി, 1-2 സീഡ്സൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ആ സീഡ്സ് ഇല്ലാത്തത് ഇങ്ങനെ ആദ്യം മാറ്റി വയ്ക്കണം. നമുക്കൊരു ജ്യൂസ് അടിച്ചെടുക്കണം. ഈ ബാലൻസ് റിമൈനിങ് പീസ് എല്ലാവരും കൂടെ ഒരു ജ്യൂസ് അടിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ നമ്മൾ കുറച്ച് മിൻറ്റ് ലീഫ് ചോപ്പ് ചെയ്ത് ചേർക്കുക. അപ്പോൾ ആ മിൻസ് ചെയ്ത് മാറ്റിയ ഫ്രൂട്ട്സിൻ്റെ കൂടെ കുറച്ച് മിൻറ്റ് ലീഫ്, പുതിനയില നമ്മളിങ്ങനെ ചോപ്പ് ചെയ്ത് ഇതിലേക്ക് സെപ്പറേറ്റ് വയ്ക്കണം. അപ്പോൾ നമ്മൾ വർക്ക് എളുപ്പമായിരിക്കും. അതിനുപയോഗിക്കുന്ന മറ്റേ ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് ഏലക്ക പൗഡർ, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സിന്തറ്റിക് മറ്റേ എസൻസോ മറ്റോ ഒന്നും ചേർക്കുന്നില്ല. ഒരു ഏലക്ക പൗഡർ ലേശം ചേർക്കുക, ഷുഗർ, പിന്നെ മിൻറ്റ് ഇട്ട് അതിനകത്ത് ഫ്ലോട്ടിംഗ് ആയിട്ട് വരാൻ വേണ്ടി, കാണാൻ ലുക്കിന്. ഇപ്പോൾ നമ്മളൊരു ചില്ല് ഗ്ലാസ്സിലൊക്കെ സെർവ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെയുള്ള പൊമിഗ്രാനൈറ്റ്, മാതള നാരങ്ങ, അതിൻ്റെ അല്ലി അടർത്തി അത് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഇട്ടാൽ മതി. അല്ലി അടർത്തി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് കാണാൻ നല്ല ലുക്കായിരിക്കും. ബീട്രൂട്ടിൻ്റെ ഒരു ചെറിയ പീസ് ഇട്ട് കഴിഞ്ഞാൽ മതി, നല്ല കളറ് കിട്ടും. ഈ ജ്യൂസ് അടിക്കുന്ന കൂട്ടത്തിൽ ഒരു ചെറിയ കഷ്ണം ഇട്ടാൽ മതി. ആദ്യം നമുക്ക് ഇത് ജ്യൂസ് അടിച്ചെടുക്കാം. ഈ പീസെല്ലാം കൂടെ ഇട്ട് ഒരു ജ്യൂസ് അടിച്ചെടുക്കാം. നമുക്കിത് ജ്യൂസ് അടിച്ചെടുക്കാം. ഏലക്ക പൗഡറും കൂടെ ജ്യൂസിൽ ചേർക്കുമായിരിക്കുന്നത് ആദ്യമേ തന്നെ ചേർക്കുമായിരിക്കും മിക്സിങ്ങിന് എളുപ്പം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഒരു കഷ്ണം ബീട്രൂട്ടും കൂടെ ഇടാം. നല്ല കളർ കിട്ടും. ലേശം മതി ഏലക്ക പൗഡർ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഈ ജ്യൂസ് നമുക്ക് ഇത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് കണ്ടോ, കളർ വന്നിട്ടുണ്ട്, നല്ല കളർ വന്നു. ആ ബീട്രൂട്ട് ഇട്ടതിൻ്റെ പേരിലാണ്. നമ്മൾ സിന്തറ്റിക് ഒന്നും ചേർത്തില്ല. എല്ലാവരുടെയും ഞാനിത് അവതരിപ്പിക്കുകയാണ്. നമ്മൾ നാട്ടിലെല്ലാവരും ഇങ്ങനെ തന്നെ കഴിക്കണമെന്നാണ്. ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഇതാണ്. ഇങ്ങനെ നമ്മൾ സിന്തറ്റിക്കും ഉള്ള ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെ ജ്യൂസ് ഇതിനകത്തേക്ക് നമ്മൾ ഈ ആദ്യം ചോപ്പ് ചെയ്ത് വെച്ച മിൻറ്റ് ലീഫ് എല്ലാം കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്യുന്നു. ഒരു ലൈം പീസ് ഇങ്ങനെ ഗാർണിഷ് ചെയ്ത്. അടുത്ത നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റോ മാംഗോ പഞ്ചാണ്. ഒരു പച്ചമാങ്ങ ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെ ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടാക്കാം. പച്ചമാങ്ങ എന്ന് പറഞ്ഞാൽ അത് പുളിയുള്ളതാണ്, പക്ഷേ അതെങ്ങനെ വെൽക്കം ഡ്രിങ്ക് ആക്കാം എന്നാണ്. അപ്പോൾ ഈ ജ്യൂസറിലേക്ക് നമ്മൾ ഈ മാങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്ന തൊലിയോട് കൂടിയുള്ളത് നമ്മൾ ഈ ജ്യൂസറിലേക്ക് ഇടുന്നു. മിൻറ്റ് ലീഫ് അതിലേക്ക് ഡയറക്റ്റ് ഇടുന്നു. അപ്പോൾ നല്ല കുറച്ചും കൂടെ കളർ കിട്ടും, ഫ്ലേവർ കിട്ടും, വൈറ്റമിനാണ്. അതുപോലെ 2 ലൈം പിഴിഞ്ഞൊഴിക്കും. ഡയറക്റ്റ് 2 ലൈം പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ നല്ല ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഷുഗർ, എന്ന് വെച്ചാൽ മാങ്ങ മധുരം ഉള്ളത് കൊണ്ട് കുറച്ച് ഷുഗർ ഇടണം. കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് സിറപ്പോ അല്ലെങ്കിൽ ഷുഗർ ചേർത്ത് രണ്ടാമത് കഴിക്കാം. കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. നമ്മൾ നല്ല ശുദ്ധമായ വെള്ളം ഒഴിച്ച് ഇനി നമുക്കത് നല്ലോണം പേസ്റ്റ് ചെയ്ത് ജ്യൂസാക്കി എടുക്കാം. കുറച്ച് ഏലക്ക നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിരിക്കണം. മാങ്ങയുടെ പുളി ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടൊരു നാവിലൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. ജ്യൂസ് ഗ്ലാസ്സിലേക്ക് നമുക്ക് പകർത്താം. നമുക്ക് കുറച്ച് മിൻറ്റ് ലീഫ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പുതിനയില, അത് മേളിലിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഗാർണിഷായിട്ട് കൊടുത്താൽ മതി. വേറെ ഒന്നും വേണ്ട. രണ്ട് വെൽക്കം ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. 2 വെൽക്കം ഡ്രിങ്കാണ്. ഒന്ന് മെലൺ ക്രഷ്, ഇത് റോ മാംഗോ പഞ്ച്.